السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على من لا نبي الذين اصطفى أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സർവലോക സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ച പാലക്കാട് ജില്ല ടീൻ സ്പേസിലാണ് നമ്മളെല്ലാം സംഗമിച്ചിരിക്കുന്നത്. ഇസ്ലാം, ഖുർആൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മഹാനായ പണ്ഡിതൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുമായി ആ ദർസുമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അതിലൊരു വിദ്യാർത്ഥി അന്തലുസിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. അന്തലുസ് എന്ന പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു രാജ്യത്തിന്റെ അറബി പേരാണ് അന്തലുസ് എന്നത്. എന്താണ് അന്തലുസ് എന്നുള്ളതിന്റെ അർത്ഥം അറിയോ? അറിയുന്നവരൊന്ന് കൈവക്കുക. അന്തലുസ് ഏതൊരു രാജ്യത്തിന്റെ അറബി പേരാണ്. ഒരു ചെറിയ ക്ലൂ തന്നു തുടങ്ങാമെന്ന് തോന്നുന്നു. 2010 ഫിഫ വേൾഡ് കപ്പ് നേടിയ രാജ്യമാണ്. ഏതാണ്? സ്പെയിനാണ്. അന്തലുസ് എന്നത് സ്പെയിൻ എന്നതിന്റെ അറബിയാണ്. അപ്പൊ ഒരു വിദ്യാർത്ഥി അന്തലുസിൽ നിന്നുള്ള വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥിയുടെ പേര് യഹ്യ ബിൻ യഹ്യ എന്നാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുട്ടികളെല്ലാവരും കൂടി ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോയി. അവിടെ പള്ളിക്ക് പുറത്ത്, ആ മസ്ജിദിന് പുറത്ത് ഒരു ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആനയെ കാണാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. പക്ഷേ യഹ്യ ബിൻ യഹ്യ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി മാത്രം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കുട്ടികളും, തൻ്റെ സുഹൃത്തുക്കളൊക്കെ ഓടിപ്പോയപ്പോഴും എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ ഇരുന്നു. അധ്യാപകന്റെ മുമ്പിൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ തന്നെ ഇരുന്നു. അപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, യഹ്യ, സുഹൃത്തുക്കളെല്ലാം ആനയെ കാണാൻ വേണ്ടി ഓടിപ്പോയി, നിനക്ക് പോകേണ്ടതില്ലേ? അപ്പോ ആ കുട്ടി പറയുന്നൊരു മറുപടി ഉണ്ട്, വിദ്യാർത്ഥി പറയുന്നൊരു മറുപടി ഉണ്ട്, ഉസ്താദെ, ഞാൻ അന്തലുസിൽ നിന്ന് വന്ന് നിങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഇവിടെ ഇരിക്കുന്നത് ആന വന്നോ പോയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഞാൻ ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് വന്നത്. ടീൻ സ്പേസിലേക്ക് എൻ്റെ വിദ്യാർത്ഥികൾ, എൻ്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ വന്നതിൻ്റെ പിന്നിൽ ഇതുപോലെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. ഇവിടേക്ക് വരുന്ന കുട്ടികൾ, ഇവിടെ നിന്ന് പല കാര്യങ്ങൾക്കും ആവശ്യാർത്ഥം എണീച്ചു പോകുന്ന ആളുകൾ, മുന്നിലൂടെ നടക്കുന്നവർ, മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്താൻ പാടില്ല, നിങ്ങളെ തടയാൻ പാടില്ല, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ തെറ്റിച്ച് കളയാൻ പാടില്ല എന്നാണ് ആമുഖം എന്നോണം ഈ കഥ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെല്ലാം ഈ ടീൻ സ്പേസ് കഴിയുന്നത് വരെ, ഇവിടെയുള്ള സെഷനുകൾ കഴിയുന്നത് വരെ യഹ്യ ബിൻ യഹ്യ അൽ-ലൈസി എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലെയാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, നിങ്ങൾ ന്യൂ ജനറേഷൻ മൊബൈൽ ഫോണുകളിൽ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളിൽ
ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിമിന്റെ പേര് ബീറ്റ് യുവർ ബോസ് എന്നായിരുന്നു. ആ ഗെയിമിന്റെ പേര് ബീറ്റ് യുവർ ബോസ് എന്നാണ്. നിങ്ങൾ സ്ക്രീനിൽ അത് കാണുന്നുണ്ടാവും. ബീറ്റ് യുവർ ബോസ് എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ഗെയിം ആയിരുന്നു. ഇപ്പൊ നിലവിൽ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ ഗെയിം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്കൊരാളോട് ഒരു ദേഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരാളോട് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കുക. ഈ ഫോട്ടോ സംഘടിപ്പിച്ചിട്ട് ഈ ഗെയിമിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മുന്നിൽ, ആളുടെ മുന്നിൽ അയാളുടെ രൂപഭാവങ്ങൾ നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിലുള്ള വ്യക്തിയുടെ രൂപഭാവമായിരിക്കും, കോലമായിരിക്കും. എന്നിട്ട് നമ്മൾ ബോക്സിംഗ് ഗ്ലൗകൾ ഉപയോഗിച്ചിട്ട് ഇയാളെ, നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആളെ തല്ലി തകർക്കുക, അയാളെ തല്ലി ഇല്ലാതാക്കുക. ഇതാണ് ബീറ്റ് യുവർ ബോസ്, ബീറ്റ് ദ ബോസ് എന്ന് പറയുന്ന ഗെയിമിന്റെ പിന്നിലുണ്ടായിരുന്ന കാര്യം. അതായത് ഇവിടെ ശത്രുവിനെ തീരുമാനിച്ചത് ആരാണ്? നമ്മൾ തന്നെയാണ്. ആരാണ് ബോക്സിംഗ് ഗ്ലൗകൾ ധരിച്ചത്? നമ്മൾ തന്നെയാണ്. ആരാണ് ഇവിടെ തല്ലി ശത്രുവിനെ തോൽപ്പിക്കുന്നത്? അതും നമ്മളാണ്. ലോകത്ത് സാമ്രാജ്യത്വം ഇസ്ലാമിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം ഈ രൂപത്തിലാണ്. ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നു, എന്നിട്ട് സാമ്രാജ്യത്വം തന്നെ ഇതുപോലെയുള്ള ബോക്സിംഗ് ഗ്ലൗകൾ ധരിക്കുന്നു. ഇസ്ലാമാണ് ലോക ഭീകരതയെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന മതം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, ആരോപിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ തന്നെയാണ് ഇസ്ലാമിനെ ശത്രുവായി കാണുന്നതും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇത്തരം സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നമുക്ക് നൽകിയിട്ടുള്ള പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു തആല നമുക്ക് കനിഞ്ഞരുളി നൽകിയ ഈ മഹത്തായ ദീൻ, മഹത്തായ മതം, ദീനുൽ ഇസ്ലാം, ആ ദീനിന്റെ കാര്യത്തിൽ അഭിമാന ബോധമുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും, അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളും, ഈ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഒരേ സ്വരത്തിൽ പഠിപ്പിച്ച ദർശനം, ഒരേ സ്വരത്തിൽ വിശദീകരിച്ച ആശയം, അത് ഇസ്ലാമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദം അലൈഹിസ്സലാമയോടും ഹവ്വാ ബീവിയോടും സ്വർഗത്തിൽ നിന്ന്, ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഘട്ടത്തിൽ അല്ലാഹു തആല അവരോടായി പറയുന്ന ഒരു കാര്യം ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയുടെ 38-ാമത്തെ വചനത്തിൽ നമുക്കത് വായിക്കാം. അല്ലാഹു പറയുകയാണ്, കുല്ലഹ്ബിതു മിൻഹാ ജമീഅ, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കൊള്ളുക. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്നിട്ട് എന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഹുദ, ഒരു മാർഗദർശനം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരും. ഫമൻ തബിയ ഹുദായ, ആരാ മാർഗദർശനത്തെ പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ദുഃഖിക്കേണ്ടി വരികയില്ല, അവൻ പ്രയാസപ്പെടേണ്ടി വരികയില്ല. അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച മാർഗദർശനത്തെ പിൻപറ്റുന്നവർ ഒരിക്കൽ പോലും ദുഃഖിക്കേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല. ആ മാർഗദർശനം പിൻപറ്റാത്തവരോ ദുഃഖിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ നമുക്ക് കനിഞ്ഞരുളി തന്ന മഹത്തായ ആദർശത്തിന്റെ പേരാണ്, ദീനിന്റെ പേരാണ്, മതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന ആ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? സിൽമ് എന്ന ഒരു പദത്തിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമായത്. ഇസ്ലാം എന്ന പ്രയോഗം കടന്നു വന്നത് സിൽമ് എന്ന അറബി പദത്തിൽ നിന്നാണ്. എന്താണ് സിൽമ് എന്ന് പറഞ്ഞാൽ? സബ്മിഷൻ, സമർപ്പണമാണ്. ആർക്കുള്ള സമർപ്പണമാണ്? നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ള സമർപ്പണമാണ് ഇസ്ലാം. സിൽമ് എന്ന പദത്തിൽ നിന്നാണ് അത് കടന്നു വന്നത്. ഇസ്ലാം സമർപ്പണമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും, ജീവജാലങ്ങളും, സചേതനങ്ങളും അചേതനങ്ങളുമായ സർവ്വ വസ്തുക്കളും, എന്തിനേറെ പറയണം, ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? അവയെല്ലാം സ്വമേധയാലോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടോ അള്ളാഹുവിന് അവയെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ 3-ാമത്തെ അധ്യായം സൂറത്തു ആല ഇമ്രാനിന്റെ 83-ാമത്തെ വചനം നാം വായിച്ചു നോക്കുക. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ ആ ആയത്ത് കാണാം. അഫഗൈറ ദീനില്ലാഹി യബ്ഊന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അഫഗൈറ ദീനില്ലാഹി യബ്ഊന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി. അപ്പോൾ അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റു വല്ല മതത്തെയുമാണോ അവർ ആഗ്രഹിക്കുന്നവർ, കൊതിക്കുന്നത്? എങ്കിൽ അവർ അറിഞ്ഞുകൊള്ളട്ടെ, അഫഗൈറ ദീനില്ലാഹി യബ്ഊന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. ആകാശഭൂമികളിലുള്ളതെല്ലാം സ്വമേധയാലോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടോ
അള്ളാഹുവിന് അവയെ സ്വയം തന്നെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ സൂര്യൻ അത് ചലിക്കുന്നതും അത് ഉദിക്കുന്നതും അത് അസ്തമിക്കുന്നതും അള്ളാഹുവിന്റെ വിധികൽപ്പനക്ക് വിധേയമായിട്ടാണ്. ചന്ദ്രൻ അതിന്റെ പ്രതിഫലന പ്രകാശം അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായിട്ടാണ്. ഓരോ ഓർബിറ്റുകളിലൂടെയും ഓരോ പ്ലാനറ്റുകളും ചലിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വിധികൽപ്പനകൾക്ക് വിധേയമായിട്ടാണ്. അവയെല്ലാം സ്വമേധയാലോ നിർബന്ധിതമായിട്ടോ അള്ളാഹുവിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്. മറ്റു ഗ്രഹങ്ങളെല്ലാം സ്വമേധയാലോ നിർബന്ധിതമായിട്ടോ അള്ളാഹുവിനവയെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമർപ്പണം അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അവരക്ഷരത്തിലും അർത്ഥത്തിലും യഥാർത്ഥ ഇസ്ലാമിനെ, യഥാർത്ഥ ആ സമർപ്പണത്തെ അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അള്ളാഹുവിനുള്ള സമർപ്പണത്തിലേക്ക് സമ്പൂർണമായി നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് ഇവയെല്ലാം അള്ളാഹുവിന്റെ മതമാണ്, ഇവയെല്ലാം അള്ളാഹുവിന്റെ മതത്തിൽപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം? നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞു, ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാർ, അതിൽ മോശെ പ്രവാചകൻ, അതായത് മൂസ അലൈഹിസ്സലാം, അബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, യേശു ക്രിസ്തു, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നോഹ പ്രവാചകൻ, നൂഹ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ തുടങ്ങി ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും മനുഷ്യരാശിയെ പഠിപ്പിച്ചത്, അതത് സമുദായത്തെ പഠിപ്പിച്ചത് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ആദർശം തന്നെയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് 3-ാം അധ്യായം ആലോ ഇമ്രാനിന്റെ 83-ാമത്തെ വചനമായിരുന്നു. തൊട്ടടുത്ത വചനത്തിലേക്ക് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 84-ാമത്തെ ആയത്ത്. അതിലെന്താണ് പറയുന്നത്? കുൽ, നബിയെ പറയണം, ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വൻ നബിയ്യൂന റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. നബിയെ പറയുക, അല്ലാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഖുർആനിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് ഈ സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അള്ളാഹുവിന്റെ സന്ദേശത്തിലും മൂസക്കും ഈസക്കും മറ്റു പ്രവാചകന്മാർക്കും തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിലും നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർക്കിടയിൽ ഞങ്ങൾ യാതൊരു വിവേചനവും കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു എന്ന്. അതായത് ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളും മുന്നോട്ട് വെച്ച ആദർശം അത് ഇസ്ലാമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ഒരു ഇസ്ലാം, അതുകൊണ്ടാണ് ഇസ്ലാം ഒരു സത്യമതമാണ്, സത്യദർശനമാണ് എന്ന് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മതം, എല്ലാ വേദഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായി പഠിപ്പിച്ച ദർശനം അത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം അല്ലാത്തതിനെയാണ് ആരെങ്കിലും ജീവിത രീതിയായി മതമായി കാണുന്നതെങ്കിൽ അല്ലാഹു തആല അവന്റെ കയ്യിൽ നിന്ന് അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. തൊട്ടടുത്ത വചനം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 3-ാം അധ്യായം ആലോ ഇമ്രാനിന്റെ 85-ാമത്തെ വചനം. അവിടെ അല്ലാഹു തആല പറയുന്നത്, വമൻ യബ്തഇ ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെയാണ്, അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണത്തെ അല്ലാതെയാണോ ആരെങ്കിലും മതമായി സ്വീകരിക്കുന്നത് എങ്കിൽ അല്ലാഹു തആല അവനിൽ നിന്ന് ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന്. അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമായ ഏകമതം അത് ഇസ്ലാമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഖുർആനിന്റെ 3-ാമത്തെ അധ്യായം ആലോ ഇമ്രാനിന്റെ തന്നെ 19-ാമത്തെ വചനം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് ഇസ്ലാമിന്റെ അന്ത്യം, ഇസ്ലാമിന്റെ തകർച്ച സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന എത്രയോ പ്രത്യയശാസ്ത്രങ്ങളും അതിന്റെ ആളുകളുമുണ്ട്. അതിൽ ലോകത്തിന്ന് വലിയ രീതിയിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാശയമാണ് എയ്തീസം എന്ന് പറയുന്നത്, നിരീശ്വരവാദം എന്ന് പറയുന്നത്. അല്ലേ? നിരീശ്വരവാദം എന്ന് പറയുന്നത്, എയ്തീസം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ പലപ്പോഴും അവരുടെ ആദർശത്തെ കവർന്നെടുത്തുകൊണ്ട് ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള പുറംമോടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ എന്തോ വലിയ ശാസ്ത്രത്തിന്റെ ആളുകളാണെന്ന് സ്വയം വാദിച്ചുകൊണ്ട്, സയന്റിഫിക് ടെമ്പറിന്റെ ആളുകളാണെന്ന് സ്വയം വാദിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്ന ആളുകൾ. സത്യത്തിൽ ഇവിടെ നാം ഇത്തരം ചിന്താ സരണികളെ, ഇത്തരം ആശയങ്ങളെ, ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളെ, ഇത്തരം ദർശനങ്ങളെ ഒരു വിചാരണക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇസ്ലാം ഓർ എയ്തീസം വിച്ച് ഈസ് മോർ റാഷണൽ? ഇസ്ലാമാണോ നിരീശ്വരവാദമാണോ ഏറ്റവും കൂടുതൽ യുക്തിഭദ്രം
എന്ന് പരിശോധനക്ക് നാം വിധേയമാക്കേണ്ടതുണ്ട്. അവിടെ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് എയ്തീസം എന്ന് പറയുന്ന ഒരു പ്രയോഗം, എത്തീസം അല്ലെങ്കിൽ നിരീശ്വരവാദം, നാം അതിന് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണല്ലോ എയ്തീസം എന്നത്. ആ വേർഡ് കടന്നു വന്നത് എങ്ങനെയാണ്, ആ പ്രയോഗം കടന്നു വന്നത് എങ്ങനെയാണ്? എത്തിയോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. എത്തിയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? വിത്തൗട്ട് ഗോഡ്, ദൈവമില്ലാത്ത അവസ്ഥ എന്നാണ് എത്തിയോസ് എന്ന പദത്തിന്റെ അർത്ഥം. അതിൽ നിന്നാണ് എയ്തീസം, നിരീശ്വരവാദം, നാസ്തികത എന്ന് നാം പറഞ്ഞു കേൾക്കുന്ന ആ പ്രയോഗം കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നിലനിൽക്കുന്ന ഏത് പ്രത്യയ ശാസ്ത്രങ്ങളും ഏത് ദർശനങ്ങളും അത് നിൽക്കണമെങ്കിൽ, അത് നിലനിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ അതിലുണ്ടാകണം, രണ്ട് നിബന്ധനകൾ, രണ്ട് കാര്യങ്ങൾ അതിലുണ്ടാകണം. ഒന്നേതാണ്? ഒന്നെങ്കിൽ ആ പ്രത്യയ ശാസ്ത്രത്തിന് എന്തെങ്കിലും ഒന്ന്, ആ പ്രത്യയ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ എന്തെങ്കിലും ഒരു കാമ്പുണ്ടാകണം. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ കാര്യം സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊരു പ്രത്യയ ശാസ്ത്രവും ഏതൊരു ആശയവും അത് നിലനിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുണ്ടാകണം. ഒന്ന്, ആ പ്രത്യയ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകണം, ഒരു കാമ്പുണ്ടാകണം. രണ്ടാമത്തെ നിബന്ധന, അതിനെന്തെങ്കിലും ഒരു കാര്യം, ആ ആശയത്തിന്, ആ പ്രത്യയ ശാസ്ത്രത്തിന്, ആ ദർശനത്തിന് എന്തെങ്കിലും ഒരു കാര്യം, ആ ഇസത്തിന് ഏതെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റണം. ഇത് രണ്ടും കഴിയാത്ത ഒരു കാര്യമാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത്, നാസ്തികത എന്ന് പറയുന്നത്. സ്വയം തന്നെ അർത്ഥമില്ലാത്ത ഒരു കാര്യം, ഒരു പ്രത്യയ ശാസ്ത്രം. മറ്റൊന്ന്, സമൂഹത്തിനൊന്നും തന്നെ അതിന് ഓഫർ ചെയ്യാനില്ല. ഈ ഭൗതിക ലോകത്തെ ചില സുഖാനുഭൂതികളെ കുറിച്ച് സംസാരിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് നിരീശ്വരവാദത്തിന് ജനങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളത്? ഇല്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ മുമ്പിലും അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നത് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ചില നിരീശ്വരവാദികളായ ആളുകൾ, നാസ്തികരായ ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എങ്കിൽ ദൈവമില്ല എന്ന് പറയുന്ന ഞങ്ങളുടെ വാദമല്ലേ കൂടുതൽ പ്രസക്തിയുള്ളത് എന്ന്. പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യം, ദൈവമുണ്ട് എന്ന് പറയാൻ, ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല എങ്കിൽ, ദൈവമില്ല എന്ന് സ്ഥാപിക്കുന്ന, എന്ന് പറയുന്ന, എന്ന് വാദിക്കുന്ന ഞങ്ങളുടെ വാദമല്ലേ കൂടുതൽ ശരിയെന്ന്. പ്രത്യക്ഷത്തിൽ നമുക്ക് ശരിയാണല്ലോ, പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് തോന്നിപ്പോകും. എന്നാൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ദൈവമുണ്ട് എന്നത്, അള്ളാഹു ഉണ്ട് എന്നത്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു കാരണമുണ്ട് എന്നത്, അത് വളരെ നെസസിറ്റി ആയിട്ടുള്ള അനിവാര്യമായ ഒന്നാണ്. അതൊരാളുടെ മുമ്പിലും തെളിയിച്ചു കൊടുക്കേണ്ടതില്ല. അത് റിയലായ ഒരു കാര്യമാണ്, യാഥാർത്ഥ്യം നിറഞ്ഞ ഒരു കാര്യമാണ്. തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ദൈവമില്ല എന്ന് പറയാൻ, റിയലായ ഒരു കാര്യത്തെ നിഷേധിക്കുന്ന നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യം, ദൈവമില്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? പലപ്പോഴും റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള അറിയപ്പെടുന്ന നാസ്തികാചാര്യന്മാർ പറയുന്ന ഒരു ന്യായവാദമുണ്ട്. അദ്ദേഹത്തിന്റെ ദ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം നിരത്തുന്ന ഒരു ന്യായമുണ്ട്. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഒരു കാര്യത്തിന് തെളിവില്ല എന്നത് ആ കാര്യം തന്നെ ഇല്ല എന്നതിന്റെ തെളിവാണ് എന്ന്. നോക്കൂ നിങ്ങൾ, എത്രത്തോളം ബലഹീനമായ, എത്രത്തോളം ബാലിശമായ വാദമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിന് തെളിവില്ല എന്നത് ആ കാര്യം തന്നെ ഇല്ല എന്നതിന്റെ തെളിവാണ് എന്ന്. അതാണോ ദൈവം ഇല്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത് എന്ന ചോദ്യത്തിനുള്ള മറുപടി? ദൈവമുണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല എന്നാണ് അവർ പറയുന്നത്. നാം പറയുന്നു ദൈവമുണ്ട് എന്നത്, അള്ളാഹു ഉണ്ട് എന്നത് അത് സെൽഫ് എവിഡന്റ് ആയ ഒരു ട്രൂത്താണ്, സ്വയം തന്നെ സ്ഥാപിതമായ ഒരു സത്യമാണ്. ഒരു കാര്യം സ്വയം സ്ഥാപിതമായ സത്യമായി തീരണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാമത്തെ മാനദണ്ഡമാണ്, അത് ഇൻറ്റ്യൂട്ടീവ് നോളജ് ആയിരിക്കണം, അവബോധജന്യമായ അറിവായിരിക്കണം. അള്ളാഹു ഉണ്ട് എന്നത്, പടച്ചോനുണ്ട് എന്നത്, ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് സ്വയംഭൂവല്ല, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്നത് ഇൻറ്റ്യൂട്ടീവ് നോളജ് ആണ്, നമ്മുടെ ഫിത്രത്തിലുള്ള കാര്യമാണ്, ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. അതേസമയം അത് അൺടോട്ടാണ്, പുറത്തുനിന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ദൈവത്തെയും മതത്തെയും നിരാകരിച്ചുകൊണ്ട് ലോകത്ത് സ്ഥാപിതമായ രാഷ്ട്രമായിരുന്നു സോവിയറ്റ് റഷ്യ. അതെ, മക്കളിൽ ദൈവനിഷേധം, നിരീശ്വരവാദം, നാസ്തികത തിരികെ കയറ്റാൻ വേണ്ടി, ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി അവർ അതിന്റെ ആദ്യപടി എന്നോണം ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു എന്നറിയുമോ?
പാഠപുസ്തകങ്ങളിൽ മക്കൾ പഠിക്കുന്ന സിലബസുകളിൽ നിരീശ്വരവാദം എടുത്തുകൊടുത്തു എന്നുള്ളതാണ്. ദൈവനിഷേധമാണ് ശരിയെങ്കിൽ, നിരീശ്വരവാദമാണ് ശരിയെങ്കിൽ, നാസ്തികതയാണ് യാഥാർത്ഥ്യമെങ്കിൽ എന്തിനാണ് പാഠപുസ്തകങ്ങളിലൂടെ നാസ്തികത രണ്ടാമതും പഠിപ്പിച്ചത്? ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും ഉള്ളിൽ നാസ്തികതയാണ് ഉള്ളതെങ്കിൽ, നിരീശ്വരവാദമാണ് ഉള്ളത് എങ്കിൽ എന്തിനാണ് പാഠപുസ്തകങ്ങളിലൂടെ പിന്നെ അത് പഠിപ്പിച്ചത്? ഓരോ ഹൃദയവും ഓരോ കുട്ടിയുടെ ഹൃദയത്തിന്റെ അന്തരത്തിലുമുള്ളത്, ഫിത്രത്തിലുള്ളത്, ശുദ്ധ പ്രകൃതിയിലുള്ളത് ദൈവവിശ്വാസമാണ്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമാണ്. അത് ഒരേ സമയം അൺടോട്ടാണ്, ആരും പുറത്തുനിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ആശയം യൂണിവേഴ്സലാണ്. ഒരു കാര്യം സെൽഫ് എവിഡന്റ് ആയ ട്രൂത്തായി മാറണമെങ്കിൽ അത് യൂണിവേഴ്സൽ ആകണം. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രത്യയ ശാസ്ത്രം കൂടിയാകണം. ഇനി നാം ചിന്തിക്കുക, ദൈവമുണ്ട് എന്ന വാദമാണോ അല്ല ദൈവമില്ല എന്ന വാദമാണോ ഏറ്റവും റാഷണൽ ആയിട്ടുള്ളത്? ദൈവമുണ്ട് എന്നത് സ്വയം സ്ഥാപിതമായ സത്യമാണ്. സ്വയം സ്ഥാപിതമായ സത്യത്തെ നിരാകരിക്കുന്നവരാണ്, നിഷേധിക്കുന്നവരാണ്, ഡിനൈ ചെയ്യുന്നവരാണ് തെളിവ് ഹാജരാക്കേണ്ടത്. അല്ലാതെ ദൈവമുണ്ട് എന്ന റിയലായ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന നമ്മോട് തെളിവെവിടെ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വളരെ രസകരമായ രൂപത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, ഒരു വാദമുണ്ട്, ഐഡിയ ആർഗ്യുമെന്റ്, ഇന്റലിജന്റ് ഡിസൈനിങ് ആർഗ്യുമെന്റ് എന്ന് പറയും. ഈ പ്രപഞ്ചത്തെ നാം ഒന്ന് നിരീക്ഷിച്ചു നോക്കുക. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ പ്രപഞ്ചം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രപഞ്ചത്തിലെ ഓരോ പ്ലാനറ്റുകളും അതിന്റെ ഓർബിറ്റുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഗാലക്സികൾ എക്സ്പാൻഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, പൾസാറുകളും കോസാറുകളും വ്യാഴത്തിനും ചൊവ്വക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആസ്ട്രോയിഡ്സുകൾ എല്ലാം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു പ്ലാനറുടെ അടിസ്ഥാനത്തിലാണ്. കൃത്യമായ ഒരു പ്ലാനിങ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഇതിനെ ഒരു വിധേന ഏതെങ്കിലും ഒരു നിലക്ക് ചെറിയ രൂപത്തിലെങ്കിലും നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന ആർക്കും ബോധ്യപ്പെടും. അതുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ചില വേർഡുകളാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്നു, അതൊന്ന് വായിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ കാണുന്ന ആ അക്ഷരങ്ങൾ ഒന്ന് വായിക്കാൻ പറ്റുമോ? അതൊരു വേർഡായിട്ട് നിങ്ങൾക്ക് വായിച്ചു തരാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതൊക്കെയോ ചില പ്രയോഗങ്ങൾ, ചില വേർഡുകൾ, അക്ഷരങ്ങൾ മാത്രമാണത്. അതെന്താണ് എന്ന് വായിക്കാൻ പോലും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഇത്തരം ചില അക്ഷരങ്ങൾ നമ്മൾ കണ്ടാൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വകുപ്പ് എന്താണ്? വളരെ ലിമിറ്റഡ് ആയ ഒരു സർക്കിളിന്റെ ഉള്ളിൽ നിന്നായിരിക്കും നമ്മൾ ഈ കാര്യം ചിന്തിക്കുക. എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുക? ആരോ ഒരാള് കീബോർഡിൽ അറിയാതെ കൈവച്ചപ്പോൾ ചില അക്ഷരങ്ങൾ ചേർന്നുണ്ടായി, ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമർന്നിട്ട് ഒരു വേർഡ്, ഒരു പ്രയോഗം ഉണ്ടായി. അത്ര ചിന്തിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ ഒരു എലിയോ പൂച്ചയോ ഓടിയപ്പോൾ അത് കീബോർഡിന്റെ മുകളിലൂടെ ഓടിപ്പോയി, കമ്പ്യൂട്ടറിന്റെ കീപാഡിന്റെ മുന്നിലൂടെ ഓടിപ്പോയി മുകളിലൂടെ. അപ്പൊ ചില അക്ഷരങ്ങൾ അമർന്നിട്ടുണ്ടായ ഒരു കാര്യം, അത്ര ചിന്തിക്കാനേ വകുപ്പുള്ളൂ. എന്നാൽ നിങ്ങൾ അടുത്ത ഒരു സ്ലൈഡിലേക്ക് ഒന്ന് പോയി നോക്കുക. അതിന് തൊട്ടപ്പുറത്തുള്ള സ്ലൈഡിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഈറ്റ് മോം ഫുഡ് എന്ന് കാണാം. ഗ്രാമാറ്റിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടെങ്കിലും കൃത്യമായ അർത്ഥം ലഭിക്കുന്ന ഒരു പ്രയോഗമല്ല എങ്കിലും അതിൽ ഈറ്റ് എന്ന ഒരു പ്രയോഗമുണ്ട്, ഫുഡ്, മോം എന്ന മൂന്ന് പ്രയോഗങ്ങൾ അതിലുണ്ട്, വേർഡുകൾ അതിലുണ്ട്. പക്ഷേ അത് മൂന്നും ക്രമം തെറ്റിയാണ് കിടക്കുന്നത് എന്നറിയാം. എന്നാലും നമ്മൾ ചിന്തിക്കും, ഇംഗ്ലീഷ് ഭാഷയിൽ ഈറ്റ് എന്ന പദവും മോം എന്ന പദവും ഫുഡ് എന്ന പദവും ഒക്കെ അറിയുന്ന ഒരാൾ ടൈപ്പ് ചെയ്തതായിരിക്കണം, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ വരൂല. ഒരു പൂച്ച ഓടിയത് കൊണ്ട്, ഒരു എലി ഓടിയത് കൊണ്ട്, അല്ലെങ്കിൽ അറിയാതെ ആരെങ്കിലും കീപാഡിൽ മറന്ന് കൈവച്ചത് കൊണ്ട് ഈറ്റ് മോം ഫുഡ് എന്ന അക്ഷരം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പ്രോബബിലിറ്റി വളരെ കുറവാണ്, സാധ്യത വളരെ കുറവാണ്. ഇനി തൊട്ടടുത്ത സ്ലൈഡിലേക്ക് നിങ്ങൾ പോയി നോക്കുക. അവിടെ കാണുന്നത് എന്താണ്? മോം ഈറ്റിംഗ് ഫുഡ്, ഉമ്മ ഭക്ഷണം കഴിക്കുന്നു. കൃത്യമായ അർത്ഥം ലഭിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇപ്പൊ ആദ്യം നിങ്ങൾ കണ്ട സ്ലൈഡിൽ ചില അക്ഷരങ്ങൾ മാത്രം കണ്ടപ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ ചിന്തകൾക്ക് പരിമിതി വന്നു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു അത് ആരെങ്കിലും ഓടിപ്പോയപ്പോൾ അല്ലെങ്കിൽ ആരോ കൈ അറിയാതെ വെച്ചപ്പോൾ ഉണ്ടായ അക്ഷരങ്ങളായിരിക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്താണ്? കൃത്യമായ അർത്ഥം ലഭിക്കുന്ന ഒരു പ്രയോഗമാണ്. ആരോ ഒരാൾ കൃത്യമായി ടൈപ്പ് ചെയ്തു വെച്ചതാണ് എന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയുന്നു. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ പ്രപഞ്ചം ഏതെങ്കിലുമൊക്കെ രൂപത്തിലായിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലുമൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കായിരുന്നു ഇതെങ്ങനെയെങ്കിലും ഉണ്ടായതായിരിക്കാമെന്ന്. എന്നാൽ വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുമ്പോൾ, പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ ഉറപ്പായും നമുക്ക് മനസ്സിലാകും കൃത്യമായി കഴിവുള്ള വെൽ പ്ലാൻഡ് ആയ ഒരു പ്ലാനറുടെ പ്രവൃത്തി ഇതിന്റെ പിന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. അതെ, അതുകൊണ്ടാണ് എയ്തീസം എന്ന് പറയുന്നത്, നിരീശ്വരവാദം എന്ന് പറയുന്ന ആശയം അട്ടർ ഫ്ലോപ്പാണ്. എല്ലാ നിലക്കും
ബാലിശമാണ്. യാതൊരു നിലക്കും അത് മുന്നോട്ട് പോവുകയില്ല. അതിന്റെ പിന്നിൽ സയൻസിൻ്റെതാകട്ടെ ഹിസ്റ്ററിയുടേതാകട്ടെ ഒരു നിലക്കുമുള്ള പിൻബലം അതിനില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ കയ്യിൽ അല്ലാഹു തആല നൽകിയ മഹത്തായ ആദർശം അത് അജയ്യമായ ആദർശമാണ് എന്ന് പറയാനുള്ള കാരണം. നോക്കൂ നിങ്ങൾ, ഈ ഒരു ആശയത്തെ നമുക്ക് പകർന്നു നൽകിയ അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ, നമ്മുടെ കയ്യിലുള്ള വേദഗ്രന്ഥം. ഈ വേദഗ്രന്ഥത്തെ അഭിമാനത്തോടു കൂടി നോക്കിക്കാണേണ്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിച്ചു തന്ന അവസാനത്തെ ആകാശവേദം, അന്തിമ വേദഗ്രന്ഥം, ആ പരിശുദ്ധ ഖുർആൻ അത് ദൈവികമാണ് എന്ന് പറയുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വയം തന്നെ ദൈവികമെന്ന് പ്രഖ്യാപിച്ച ഏക വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സ്വയം തന്നെ ദൈവികമെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഖുർആനിന്റെ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറാഇന്റെ 192-ാമത്തെ വചനം, ഖുർആനിന്റെ 32-ാമത്തെ അധ്യായം സൂറത്ത് സജ്ജദ 2-ാമത്തെ വചനം, ഖുർആനിന്റെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിന്റെ 5-ാമത്തെ വചനം, ഖുർആനിന്റെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിന്റെ 1-ാമത്തെ വചനം, ഖുർആനിന്റെ 40-ാം അധ്യായം സൂറത്ത് മുഅ്മിൻ 2-ാമത്തെ വചനം, ഖുർആനിന്റെ 42-ാമത്തെ അധ്യായം 45-ാമത്തെ അധ്യായം സൂറത്ത് ജാസിയയിലെ 2-ാമത്തെ വചനം, ഖുർആനിന്റെ 46-ാമത്തെ അധ്യായം സൂറത്ത് അഹ്കാഫിന്റെ 2-ാമത്തെ വചനം. ഇത്രയും ഭാഗങ്ങളിൽ അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നു ഈ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അത് ദൈവികമാണ് എന്ന്, അല്ലാഹു അവതരിപ്പിച്ചതാണ് എന്ന്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ പ്രതാപിയും കരുണാവാരിധിയുമായ അല്ലാഹുവിങ്കിൽ നിന്നാകുന്ന ഈ ഖുർആനിന്റെ അവതരണം. പരിശുദ്ധ ഖുർആനിന് അഭിമാനത്തോടു കൂടി നെഞ്ചേറ്റി ജീവിക്കേണ്ടവരാണ് നമ്മൾ. ആ ഖുർആൻ അല്ലാഹു നമുക്ക് അവതരിപ്പിച്ചു നൽകിയ ദൈവിക വേദഗ്രന്ഥമാണ് എന്നതിന്റെ മറ്റൊരു തെളിവ് അത് സംരക്ഷിത ഗ്രന്ഥമാണ്. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ ദിവസത്തിൽ പോലും ലോക മുസ്ലിങ്ങളെല്ലാം ബലിപെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ കയ്യിലെടുത്ത് കത്തിച്ച തീവ്ര വലതുപക്ഷക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. ഖുർആനിനോടുള്ള വെറുപ്പ് അവർ പ്രകടിപ്പിച്ചത് അങ്ങനെയായിരുന്നു. 2001 സെപ്റ്റംബർ 11 എന്ന് പറയുന്ന ഒരു തീയതി മറന്നവരല്ല നിങ്ങൾ. 2001 സെപ്റ്റംബർ 11 എന്ന തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 9/11 എന്നാണ് ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത്. ലോക മനസാക്ഷിയെ മുഴുവൻ ഭീതിയിലേക്ക് തള്ളിയിട്ട ദിവസമായിരുന്നു അത്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട ദിവസം 2001 സെപ്റ്റംബർ 11 നടന്നത്. ആ ഒരു ആക്രമണത്തിൽ 2600-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടു. 6000-ൽ പരം ആളുകൾ നിത്യരോഗികളായി തീർന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്ക തന്നെയായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയായിരുന്നു എന്ന് പിന്നീട് ചുരുളഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. ഇസ്ലാമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ കാരണമെന്നും മുസ്ലിങ്ങളും ഖുർആനുമാണ് ലോക ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന ദർശനമെന്നും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു ഭീകരാക്രമണം കൂടിയായിരുന്നു അത്. നോക്കൂ നിങ്ങൾ, ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്നിട്ട് 2010-ൽ ഇതിന്റെ 9-ാമത്തെ വാർഷികം നടക്കുകയായിരുന്നു അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഗെയിൻസ്വില്ലയിലെ ഒരു ഫ്ലോറിഡയിൽ വെച്ചിട്ട്. ആ സമയത്ത് അന്നവിടെ ടെറി ജോൺസ് എന്ന് പറയുന്ന ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഖുർആനിന്റെ കോപ്പി ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതിന്റെ പിന്നിൽ തീവ്രവാദികളാണ്, അവർക്കിതിന് പ്രചോദനമായത് ഈ ഖുർആനാണ്, അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ കത്തിക്കൂന്ന്. ഇത്തരം ആളുകളുടെ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു ധാരണ, ഖുർആനൊക്കെ കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഖുർആൻ ബാക്കിയാകൂല എന്ന. അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹ് സംരക്ഷിക്കും എന്നത്. അത് എത്ര ആളുകൾ ഖുർആനിന്റെ എത്ര കോപ്പികൾ കത്തിച്ചാലും ഇല്ലാതാക്കിയാലും ശരി, അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ മനുഷ്യർക്കാകമാനം മോക്ഷം കാണിക്കുവാൻ വേണ്ടി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ അല്ലാഹ് അവതരിപ്പിച്ച അവസാനത്തെ വേദഗ്രന്ഥം, ആകാശവേദം പരിശുദ്ധ ഖുർആൻ, അത് അജയ്യമായി ലോകത്ത് ബാക്കിയാകുക തന്നെ ചെയ്യും. ലോകാവസാനം വരെ അത് നിലനിൽക്കും. ടെറി ജോൺസ് തെറ്റിദ്ധരിച്ചത് ഖുർആനിന്റെ കോപ്പികളൊക്കെ കത്തിച്ചാൽ പിന്നെ അത് ഇല്ലാതാകുന്ന, എന്നിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യാണ് കത്തിച്ചോളൂന്ന്. അങ്ങനെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അതിശക്തമായ ഇസ്ലാം വിമർശകനും നിരൂപകനുമായിരുന്നു ടെറി ജോൺസ്. ഞാൻ അതിന്റെ വിശദമായ വിവരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് ആ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കുന്നുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും ഈ ഉത്ബോധനം അവതരിപ്പിച്ചത് നാമാണ്, നാം തന്നെ അതിനെ കാത്തു സംരക്ഷിക്കും. 15-ാം അധ്യായം ഹിജ്ർ സൂറത്തിന്റെ 9-ാമത്തെ വചനമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ മറ്റൊരു തെളിവാണ് സർവ്വ വൈരുദ്ധ്യങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്ന വേദഗ്രന്ഥമാണ്.
ഖുർആൻ ഒരു വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് എന്ന് സ്ഥാപിക്കാൻ നിരീശ്വരവാദികളും നാസ്തികരും നവനാസ്തികരും നാളിതുവരെയായി പല കാലങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സാധ്യമായിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സർവ്വ തെറ്റുകുറ്റങ്ങൾക്കും സർവ്വ വിമർശനങ്ങൾക്കും സർവ്വ വൈരുദ്ധ്യങ്ങൾക്കും അതീതമായി നിലകൊള്ളുന്ന സംരക്ഷണ വേദഗ്രന്ഥമാണ്, സംരക്ഷിത വേദഗ്രന്ഥമാണ് എന്നതിന്റെ തെളിവ് ഖുർആൻ തന്നെയാണ്. 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 82-ാമത്തെ വചനം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവരെന്താണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അതെങ്ങാനും അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു എന്ന്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലം മുതലേ അത് മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമല്ലേ? അത് ചില ആളുകൾ അവർക്ക് തോന്നിയതനുസരിച്ച് എഴുതിയുണ്ടാക്കിയ വേദഗ്രന്ഥമല്ലേ? പൂർവ്വ വേദഗ്രന്ഥങ്ങൾ കോപ്പി അടിച്ചിട്ടല്ലേ മുഹമ്മദ് നബി ഖുർആൻ എഴുതിയത് എന്ന വിമർശനങ്ങളും വെല്ലുവിളികളും ഉന്നയിക്കുന്നവരുണ്ട്. അവരുടെ നേരെ ഖുർആൻ നടത്തിയ ഒരു വെല്ലുവിളിയുണ്ട്. 2-ാം അധ്യായം അൽ ബഖറ സൂറത്തിന്റെ 23-24 വചനങ്ങൾ വായിക്കണം നമ്മൾ, പഠിക്കണം നമ്മൾ. ആ വെല്ലുവിളിയുടെ ആശയത്താർത്ഥത്തെ, അതിന്റെ പൊരുളിനെ നെഞ്ചോട് ചേർത്ത് വെക്കണം നമ്മൾ. അജയ്യമായ വെല്ലുവിളി. ഇന്നും ഖുർആനിന്റെ ദൈവീകതയെ വിമർശിക്കുന്ന ആളുകൾ, ഖുർആനിന്റെ ദൈവീകതയെ നിഷേധിക്കുന്ന ആളുകൾ അവരുടെ കർണപുടങ്ങളിൽ ഈ വെല്ലുവിളി അലയടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നാളിതുവരെയായി സാധിച്ചിട്ടില്ല. ലോകാവസാനം വരെ അത് സാധിക്കാനും പോകുന്നില്ല. കാരണം പ്രപഞ്ചത്തിന്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്താണ് വെല്ലുവിളി? നമ്മുടെ ദാസന്റെ മേലിൽ നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തെ കുറിച്ച് അവർ സംശയാലുക്കളാണെങ്കിൽ അതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം വേണ്ട, അതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും അവർ ഹാജരാക്കട്ടെ. അവരാണ് സത്യവാന്മാരെങ്കിൽ അതാണല്ലോ അവർ ചെയ്യേണ്ടത്. അവരെ കൊണ്ടത് കഴിയില്ല എങ്കിൽ ഒരു കാലത്തും അവരെ കൊണ്ട് സാധ്യമല്ല. മനുഷ്യനും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് എത്രയത് എന്ന്. ആ പരിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ വിദ്യാർത്ഥികളോട് സ്നേഹത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള വേദഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. അജയ്യമായ ഒരു വേദഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ്, നമ്മളെ സംവിധാനിച്ച റബ്ബ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തിന്റെ മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ഒരു വേദഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്ന ഒരു വേദഗ്രന്ഥം. പരലോകമുണ്ട് എന്ന ആ വേദഗ്രന്ഥം നമ്മോട് തീർത്തു പറയുന്നു. സ്വർഗമുണ്ട് എന്ന് പറയുന്നു, നരകമുണ്ട് എന്ന് പറയുന്നു. ആ വേദഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച്, അതിന്റെ വിശദീകരണം ഉയർത്തിപ്പിടിച്ച് പൂർവികരായ സ്വഹാബാക്കൾ എങ്ങനെയാണോ ആ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കിയത്, അത് മുന്നിൽ വെച്ചുകൊണ്ട് വഴിതെറ്റിപ്പോകുന്ന ജനപദത്തെ, വഴിതെറ്റിപ്പോകുന്ന യുവപദത്തെ, യുവാക്കളെ, കൗമാരക്കാരെ നേരിന്റെ സൽപന്താവിലേക്ക് തിരിച്ചു വിളിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. അതെ, നന്മയിലേക്ക് ക്ഷണിക്കുകയും അതെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്ന് 41-ാം അധ്യായം ഫുസ്സിലത്ത് സൂറത്തിന്റെ 33-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഇറക്കിത്തന്ന ഈ വേദഗ്രന്ഥം അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പീസ് റേഡിയോ സംവിധാനത്തിലൂടെ അന്നൂർ എന്ന് പറയുന്ന സംവിധാനങ്ങൾ അതിലുണ്ട്. അതല്ലാത്ത ഓഫ്ലൈൻ സംവിധാനങ്ങൾ വേറെയുമുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ അതിന്റെ വക്താക്കളായി മാറണം, അതിന്റെ പ്രചാരകരായി മാറണം. ആരൊക്കെ വിമർശിച്ചാലും, ആരൊക്കെ കൊഞ്ഞനം കുത്തിയാലും, ആരൊക്കെ ആക്ഷേപിച്ചാലും, 6-ാം നൂറ്റാണ്ടിലെ ദർശനവുമായി നടക്കുന്നവനെ എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിച്ചാലും ശരി, ഏഴാനാകാശത്തിനപ്പുറത്ത് നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ മാലിക്കുൽ മുലൂക്ക്, മലിക്കുൽ ജബ്ബാറായ അള്ളാഹു ഇറക്കിത്തന്ന മഹത്തായ ദർശനമാണ്, മോക്ഷത്തിന്റെ വഴിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ വേദഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ നെഞ്ചോട് ചേർത്ത് വെക്കാനും അതിനെ ആത്മാർത്ഥമായി പഠിക്കാനും അഭിമാനത്തോടു കൂടി ഞാൻ ഖുർആനിന്റെ ആളാണെന്ന് പറയാനും, ഞാൻ മുസ്ലിമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാനും, ഏതൊക്കെ തരത്തിലുള്ള പ്രത്യയ ശാസ്ത്രങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ആദർശങ്ങളും നമ്മളെ വസ്വാസാക്കാൻ ശ്രമിച്ചാലും ശരി, അതിലൊന്നും വീണു പോകാതെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് ആത്മാർത്ഥമായി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഇസ്ലാം അത് നമ്മുടെ അഭിമാനമാണ്, മതം നമ്മുടെ അഭിമാനമാണ്, ദീൻ നമ്മുടെ അഭിമാനമാണ്. ആ അഭിമാനത്തോടു കൂടി തന്നെ അതിനെ നോക്കിക്കാണണം. എല്ലാ ദർശനങ്ങളെയും അതിജയിച്ച് നിൽക്കുന്ന ദർശനമാണ് ഖുർആൻ, ഇസ്ലാം. ഖുർആനിന്റെ 61-ാമത്തെ അധ്യായം സൂറത്ത് സഫ് 8-9 വചനങ്ങൾ. ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചപ്പോൾ ഓതി വെച്ച 2 ആയത്തുകളാണ്. ആ ആയത്തുകൾ ഓതി വിശദീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൽ നിന്ന്
വിരമിക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഇഹിം, അവരവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്ന് ധരിക്കുന്നു, വിചാരിക്കുന്നു, വ്യാമോഹിക്കുന്നു. വല്ലാഹു മുത്തിമ്മു നൂരിഹി, എന്നാൽ അവരറിയട്ടെ അല്ലാഹു തആല അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഫിലസ്തീനിന്റെ മണ്ണിൽ നിന്ന് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തുടച്ചു നീക്കാമെന്ന് സയനിസ്റ്റ് ബുദ്ധിശക്തികൾ ചിന്തിക്കുന്നു എങ്കിൽ അത് സാധ്യമല്ല. അഭിമാനത്തോടു കൂടിയാണ് ഓരോ ഫിലസ്തീനിയും അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാണ് എന്റെ മതം, അള്ളാഹുവാണ് എന്റെ ദൈവം, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, അത് നെഞ്ചേറ്റി ജീവിക്കേണ്ടി വന്നതിന്റെ പേരിൽ, സ്വന്തം മണ്ണിൽ നിന്ന്, പിറന്നു വീണ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ഓരോ ഫിലിസ്തീനിയുടെയും കണ്ണീര് കാണാൻ നമുക്ക് കഴിയണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അവരനുഭവിക്കുന്ന പീഡനങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. റബ്ബിനോട് ഹൃദയം തുറന്ന് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഘട്ടങ്ങളിൽ ഇത്തരം വിഷയങ്ങളൊന്നും അറിഞ്ഞില്ല, കണ്ടില്ല എന്ന മട്ടിലാണ് പലപ്പോഴും പല വിദ്യാർത്ഥികളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനത് അറിയണം, ഞാൻ എന്തിനത് മനസ്സിലാക്കണം, എന്നെ അത് ബാധിക്കുന്നില്ലല്ലോ എന്നാണ് പലയുടെയും നടത്തിപ്പും മുന്നോട്ട് പോക്കും കണ്ടാൽ തോന്നുക. അതുകൊണ്ട് ഇത് നമ്മുടെ കൂടി വിഷയമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സഹോദരങ്ങളാണ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, ഇസ്ലാമാണ് എൻ്റെ മതം എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ദീനിനെ, ഇസ്ലാമിന് അജയ്യമായ ദീനിനെ അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കുന്നവരാണ്. നമ്മളും അത് തന്നെയാകേണ്ടതുണ്ട്. അതെ, എല്ലാ മതങ്ങളെയും അതിജയിച്ച് നിൽക്കുന്ന ദർശനമാണ്, എല്ലാ വേദഗ്രന്ഥങ്ങളെയും അതിജയിച്ച് നിൽക്കുന്ന വേദഗ്രന്ഥമാണ് നമ്മുടെ പക്കലുള്ളത്. അഭിമാനത്തോടു കൂടി ഈ ദർശനത്തെയും വേദഗ്രന്ഥത്തെയും നോക്കിക്കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.